ഏത് കയ്യിലെ മോതിരം? തൊട് തൊട്. എനിക്ക് തൊടാൻ പറ്റൂല. ആ തൊട്ട് തൊട്ട്. വാവ്, അല്ലു ജയിച്ചു. ഇനി തൊട്. അല്ലു ജയിച്ചു. വാവ്, സൂപ്പർ. കാരണം എന്ത് മാനദണ്ഡമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം പല വീഡിയോകളും 1 മില്യൺ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടതാണ്. ഈ വീഡിയോകൾ ഒരു മാനദണ്ഡവും ഉണ്ടായിരുന്നില്ല. അതിന് പെട്ടെന്ന് ഒരു മാനദണ്ഡം വരികയും വീഡിയോകൾ കോൺഗ്രസ് ജനതാ പാർട്ടിയാകട്ടെ അരവിന്ദ് കെജ്രിവാളിയാകട്ടെ ഇത്തരത്തിൽ ഏത് കയ്യിൽ മോതിരം? നീ തൊട്, അല്ലു തൊട്. വാവ്, അല്ലു ജയിച്ചില്ല. രണ്ടിലും മോതിരമില്ല. ഹേ, ഈ കാര്യത്തിൽ കേന്ദ്രക്കാരുമായി കീഴടങ്ങളിലേക്ക് പോയി എന്നാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട അതും അല്ലു കാണിച്ചേ. ഏത് കയ്യിലെ ഏത് കയ്യിലെ മോതിരം? അല്ലു കാണിക്കേ. ഓപ്പൺ ചെയ്യാ. ഒന്നുമില്ല. അപ്പോൾ മാർച്ച് പ്രയോഗിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിലാണെങ്കിലും കോൺഗ്രസ് ജനതാ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ അയ്യോ ഇപ്പോൾ ഇങ്ങനെ തീരുമാനം അതിന്റെ നീക്കം കാര്യങ്ങൾ കൂടി തീരുമാനം ജയിച്ചു. അല്ലുമ്മ ജയിച്ചു. ഈ കൈ മോതിരം ഈ കയ്യിലുള്ള ആക്കിയത്. ഒന്നും കൂടെ കണ്ണടയ്ക്കാൻ പറ. ആമ്പിയോട് കണ്ണടയ്ക്കാൻ പറ. ആ, അപ്പം അവളും കണ്ണടച്ച്. ഇനി നീ മോതിരം കയ്യിൽ വെക്കി. ഏത് കയ്യില് മോതിരം? മോതിരം വെക്കി കയ്യില്. കേന്ദ്ര സർക്കാരിന് കീഴടങ്ങി എന്ന ആരോപണവും വിമർശനവുമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. സമാനമായി പ്രതിപക്ഷത്തിന്റെ പോസ്റ്റുകൾ ഇങ്ങനത്തെ കട്ടളയിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന രൂപത്തിലുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട്, IT മന്ത്രാലയം നൽകിയിട്ടുണ്ട് എന്ന ആക്ഷേപം പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. സമരം വിജയിച്ചതിന് പിന്നിൽ BJPയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളും